السلام عليكم. كيف حالكم؟ الحمد لله. مرحبا أهلا وسهلا إلى قناتي الهادية. എല്ലാ കൂട്ടുകാർക്കും ഹാദിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ 34ാമത്തെ പേജിൽ ഖത്റാത്തുൻ തൽമാവും ഡ്രോപ്സ് ഓഫ് സ്പാർക്കിൾ, തുള്ളികൾ തിളങ്ങുന്നു. ഖത്റാത്തുൻ എന്ന് പറഞ്ഞാൽ തുള്ളികൾ, തൽമാവ് പറഞ്ഞാൽ തിളങ്ങുന്നു. ഖത്റാത്തുൻ തൽമാവ് പറഞ്ഞാൽ ഡ്രോപ്സ് ഓഫ് സ്പാർക്കിൾ. അപ്പോൾ ഇതൊരു തംസീലിയയാണ്. തംസീലിയ പറഞ്ഞാൽ എന്താ? നാടകം അല്ലേ, ഡ്രാമ. എല്ലാവർക്കും ഡ്രാമ ഒക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? ഡ്രാമ കണ്ടവരുണ്ടാവും, കാണാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെയായാലും ടി വിയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരിട്ട് കണ്ടവരുണ്ടായിരിക്കും. സ്കൂളിലും ഒക്കെ ഡ്രാമ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഡ്രാമയുടെ രൂപം? എങ്ങനെയാ? സ്റ്റേജിൽ ഒരു കർട്ടൻ്റെ പിന്നിൽ പല സെക്ഷനായിട്ട് ഒരു കളികൾ നടക്കുന്നതിനെയാണ് നമ്മൾ ഡ്രാമ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഡ്രാമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഒരു നാടകം അവതരിപ്പിക്കുക അല്ലേ? അപ്പോൾ ഇതും നമ്മുടെ ചാപ്റ്റർ ഖത്റാത്തുൻ തൽമാവു എന്നുള്ള ഈ ചാപ്റ്ററും ഒരു ചെറു നാടകമാണ്. അപ്പോൾ നമ്മുടെ ഈ ഡ്രാമയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ തംസീലിയ, നമ്മുടെ ഈ നാടകത്തിലെ ക്യാരക്ടേഴ്സ് ഷഖ്സിയാത്ത്, താഴെ നോക്കുക, ഷഖ്സിയാത്ത്, ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അതിലൊരു കാളിയുണ്ട്. കാളി പറഞ്ഞാൽ ഒരു ജഡ്ജ്. കാളി ജഡ്ജ്. ഉംറുഹു ഹംസൂന, ഹി ഈസ് 50 years old. ഉംറുഹു പറഞ്ഞാൽ ഉംറുഹു ഓൾഡ്, അദ്ദേഹത്തിൻ്റെ വയസ്സ്. ഹംസൂന 50 years old, ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ജഡ്ജ് ഉണ്ട് കേട്ടോ. പിന്നെ അൽ മുദ്ദഴി, മുദ്ദഴി പറഞ്ഞാൽ വാദി. നമ്മുടെ ഒരു കോടതിയിലാവുമ്പോൾ ആ കോടതിയിലെ വാദി, പ്രതി, സാക്ഷികൾ, അങ്ങനെ ഒക്കെ അല്ലേ ഒരു കോടതിയിലുണ്ടാകുന്ന ഷഖ്സിയാത്ത് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജഡ്ജുണ്ട്, പിന്നെ അൽ മുദ്ദഴി വാദിയുണ്ട്, പിന്നെ അതുപോലെ അൽ മുത്തഹിം പ്രതിയുണ്ട്, പിന്നെ ഷാഹിദുൽ അവൽ, ഷാഹിദുൽ സാനി. ഷാഹിദ് പറഞ്ഞാൽ വിറ്റ്നസ്, സാക്ഷി. പിന്നെ അതുപോലെ ഷുർത്തിയുണ്ട്, പോലീസുണ്ട്. എങ്ങനെയായാലും ഒരു കോടതിയിൽ പോലീസും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഷഖ്സിയാത്ത് ക്യാരക്ടേഴ്സ്: അൽ ഖാലി ജഡ്ജ്, ഉംറുഹു ഹംസൂന, ഹി ഈസ് 50 years old. പിന്നെ മുദ്ദഴി പ്ലെയിൻറ്റിഫ്, വാദി. അത് ആരാണ്? ഖത്റത്തുൽ മാ, വാട്ടർ ഡ്രോപ്പ് ആണ്, വെള്ളത്തുള്ളിയാണ് ഇതിലെ വാദി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. വെള്ളത്തുള്ളിയാണ് കേട്ടോ ഖത്റത്തുൽ മാ. നമ്മുടെ സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ട് കാണുക എല്ലാവരും. പിന്നെ അൽ മുത്തഹിം പ്രതി. പ്രതി ആരാണ്? പ്രതി പറഞ്ഞാൽ അക്യൂസ്ഡ്, നമ്മൾ കുറ്റം ആരോപിക്കുന്ന വ്യക്തി, അക്യൂസ്ഡ്. അത് ഷാബുൻ ഉംറുഹു സലാസൂന, ഷാബുൻ എ യങ് മാൻ, 30 years old, സലാസൂന. അപ്പോൾ ഷാബു എന്ന് പറഞ്ഞാൽ ഒരു യുവാവ്, എ യങ് മാൻ. ഉംറുഹു അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണ്? സലാസൂന, 30 വയസ്സ് തോന്നിക്കൂട്ടോ. 30 years old, 30 വയസ്സുള്ള ഒരു പ്രതിയുണ്ട്. പിന്നെ ഷാഹിദുൽ അവൽ, ഒന്നാമത്തെ വിറ്റ്നസ് ആരാണ്? സുംബൂറും. സുംബൂർ എന്ന് പറഞ്ഞാൽ ഫോസറ്റ്, ഫോസറ്റ്. അതുപോലെ നമ്മൾ പറയുന്ന ടാപ്പ്, പൈപ്പില്ലേ, ടാപ്പ്. അതാണ് അടുത്തൊരു സാക്ഷി. പിന്നെ ഷാഹിദ് സാനി, രണ്ടാമത്തെ വിറ്റ്നസ് ആരാണ്? ക്യാമറ സക്കായി അൽ ഇസ്തിനായി. സക്കായി അൽ ഇസ്തിനായി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സക്കായി പറഞ്ഞാൽ ഇന്റലിജൻസ്, ഇസ്തിനായി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ. AI ക്യാമറ എന്ന് പറയും അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും AI ക്യാമറ അറിയായിരിക്കും അല്ലേ? ഇപ്പോൾ റോട്ടിലും പൊതു
ഇടങ്ങളിലൊക്കെ AI ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്ത് എല്ലാവരും ഒരു ചർച്ചയായൊരു നമ്മളൊരു എന്താണ് ഒരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ് AI ക്യാമറ അല്ലെ, സീറ്റ് ബെൽറ്റ് ഇടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ റോട്ടിലെ റൂൾസ് ഒക്കെ തെറ്റിക്കാതെ നോക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും AI ക്യാമറ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാവരും അപ്പോൾ AI ക്യാമറ എങ്ങനെയാ പറയാ, ക്യാമറ ദക്കായി അലിസ്തിനായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ. പിന്നെ ആരാ ഉള്ളത്, ഷുർത്തിയുൻ, ഒരു പോലീസുണ്ട്, പോലീസ്മാൻ. അംറുഹു അർബഹൂന, ഹീസ് 40 years old, 40 വയസ്സ്, ഒരു 40 വയസ്സുള്ള ഒരു പോലീസ്മാൻ ഉണ്ട്. അപ്പോൾ ഇതിലെ ഷഖ്സിയാത്ത് ക്യാരക്ടേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ജഡ്ജ്, പിന്നെ ഒരു വാദിയുണ്ട്, പ്രതിയുണ്ട്, 2 വിറ്റ്നസ് ഉണ്ട്, പിന്നെ ഷുർത്തി ഒരു പോലീസ്മാൻ ഉണ്ട്. അലൽ മസ്രഹി മഹ്കമത്തുൻ ഫിഹാ ഖാത്തിൽ ഖലാഇയ വൽ കമ്പ്യൂട്ടർ വ ഖാത്തിൽ ഇന്തിലാർ വ ഗുർഫത്തുൽ മുഹാമീൻ വൽ മിനസത്തു വ ഗൈരിഹ. അലൽ മസ്രഹി മഹ്കമത്തുൻ, അലൽ മസ്രഹി പറഞ്ഞാൽ സ്റ്റേജിൽ, മസ്രഹ് പറഞ്ഞാൽ നമ്മൾ നാടകത്തിന് പറയും. അപ്പോൾ ഈ നാടകത്തിന്റെ സ്റ്റേജിനാണ് മസ്രഹ് എന്ന് പറയാ. അപ്പൊ സ്റ്റേജിൽ ആരാ ഉള്ളത്, മഹ്കമ, ഒരു കോർട്ടാണ്, ഒരു കോടതിയാണ്. മഹ്കമത്ത് പറഞ്ഞാലാണ് കോടതി കേട്ടോ, കോർട്ട്. ഓൺ സ്റ്റേജ് ഈസ് എ കോർട്ട്, സ്റ്റേജ് ഒരു കോടതിയാണ്. ഫീഹ, അതിലുണ്ട്, കാത്തുൽ ഖലാഇയ, കോർട്ട് റൂമുണ്ട്. കാത്ത് പറഞ്ഞാൽ ഹാൾ കേട്ടോ, ഇവിടെ നമുക്ക് റൂം എന്ന് പറയാം. അൽ ഖലാഇയ കോർട്ട് റൂം. പിന്നെ എന്താ, വൽ കമ്പ്യൂട്ടർ, അവിടെ കമ്പ്യൂട്ടർ ഉണ്ട്. കാത്തുൽ ഇന്തിലാർ, വെയിറ്റിംഗ് റൂമുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ പേര് കാണാം, ഓരോ റൂമിൻ്റെ. നമ്മൾ സ്റ്റേജിൽ പുറത്തു നിന്ന് നോക്കിയാൽ സ്റ്റേജിൽ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഗുർഫത്തുൽ മുഹാമീൻ, ലോയേഴ്സ് റൂമുണ്ട്. ഗുർഫ പറഞ്ഞാൽ റൂം, മുഹാമീൻ എന്ന് പറഞ്ഞാൽ ലോയേഴ്സ്, വക്കീലന്മാരെ. അപ്പോൾ ഗുർഫത്തുൽ മുഹാമീൻ എന്ന് പറഞ്ഞാൽ ലോയേഴ്സ് റൂം. വൽ മിനസത്തു വഗൈരിയ, മിനസത്ത് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്, നമ്മൾ ജഡ്ജ് ഇരിക്കുന്ന ആ മിനസ, അതുപോലെ എന്താണ് നമ്മൾ സാക്ഷികൾ നിൽക്കുന്ന ഒരു ഒരു പേടകം ഉണ്ടല്ലോ, സാക്ഷിക്കൂടുകളൊക്കെ, അതിനെയാണ് മിനസത്തു ഷാഹിദ്. അതുപോലെ അതിനൊക്കെയാണ് ഈ മിനസ എന്ന് പറയുന്നത് കേട്ടോ, പീഠം എന്നൊക്കെ പറയാം, പ്ലാറ്റ്ഫോം. ഗൈരിഹ, അതുപോലെ ആ സ്റ്റേജിൽ ഇപ്പോൾ എന്തൊക്കെ കാണുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഓൺ സ്റ്റേജ് ഈസ് എ കോർട്ട്, ഇറ്റ് ഹാസ് എ കോർട്ട് റൂം, എ കമ്പ്യൂട്ടർ, എ വെയിറ്റിംഗ് റൂം, എ ലോയർ റൂം, എ പ്ലാറ്റ്ഫോം, എക്സെട്ര. യജ്ലിസുൽ ഖാലി അലൽ മിനസത്തിൽ ഖലായി വയഖൂമുൽ മുദ്ദഇ വൽ മുത്തഹിമു ഫിൽ മിനസത്തിൽ ഷുഹൂദി. യജ്ലിസുൽ ഖാലി, ഖാലി ഇരിക്കുന്നു, നമ്മുടെ ജഡ്ജി ഇരിക്കുകയാണ്. അലൽ മിനസത്തിൽ ഖലായി, ജുഡീഷ്യൽ പ്ലാറ്റ്ഫോമിൽ. ജുഡീഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആ ഖാലി ഇരിക്കുന്ന ആ ബെഞ്ചിൽ, ആ പീഠത്തിൽ ഇരിക്കുന്നു. പിന്നെ യഖൂമുൽ മുദ്ദഇ വൽ മുത്തഹിമു, വാദിയും പ്രതിയും നിൽക്കുകയാണ്. ഫി മിനസത്തി ഷുഹൂദ്, എന്താണ് വിറ്റ്നസ് പ്ലാറ്റ്ഫോമിൽ. എന്ന് വെച്ചാൽ ആ സാക്ഷിക്കൂടില്ലേ, എല്ലാവർക്കും അറിയായിരിക്കും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും സാക്ഷിക്കൂട്. നമ്മൾ ഒരു കോടതി സീനൊക്കെ കാണുമ്പോൾ അതിൽ സാക്ഷിക്കൂടുണ്ടാവും, അതിലാണ് കയറി നിൽക്കലില്ലേ. അതിനെയാണ് മിനസത്ത് ഷുഹൂദ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേജിൽ എന്താണ് നമ്മൾ കാണുന്നത്, ദ ജഡ്ജ് സിറ്റ് ഓൺ ദി ബെഞ്ച് ആൻഡ് ദി പ്ലെയിൻറ്റിഫ് ആൻഡ് ദി അക്യൂസ്ഡ് സ്റ്റാൻഡ് ഓൺ ദി വിറ്റ്നസ് സ്റ്റാൻഡ്. ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു, പിന്നെ വാദിയും പ്രതിയും സാക്ഷി സ്റ്റാൻഡിൽ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നാടകം ഇവിടെ ആരംഭിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു നാടകമാകുമ്പോൾ ആ നാടകത്തിൽ ഓരോ ക്യാരക്ടേഴ്സും അവരുടെ അവരുടെ ആ അവസ്ഥ ആദ്യമായിട്ട് പറയും. എന്നിട്ടാണ് ആ അവസ്ഥക്കനുസരിച്ചായിരിക്കും അവർ ആ ക്യാരക്ടറെ അഭിനയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് അൽ ഖാലി, ജഡ്ജ്, ജിദ്ദിയൻ, ഭയങ്കര സീരിയസ് ആയിട്ട്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്, സീരിയസ്ലി. ജിദ്ദിയൻ എന്ന് പറഞ്ഞാൽ സീരിയസ്ലി, ഗൗരവത്തോടെ, ഭയങ്കര സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ.
മാ ഷിക്കായത്തുക യാ മുദ്ദായി, വാട്ട് ഈസ് യുവർ കംപ്ലൈൻറ്റ് ഓ ക്ലെയിമൻറ്റ് എന്ന് ചോദിക്കണ്ട. എന്താണ് നിങ്ങളുടെ കംപ്ലൈൻറ്റ്? എന്താണ് മാ ഷിക്കായത്തുക പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ, മാ ഷിക്കായത്തുക എന്താ നിന്റെ കംപ്ലൈൻറ്റ്, എന്താണ് പരാതി എന്ന് ചോദിക്കുകയാണ് യാ മുദ്ദായി. അപ്പൊ മുദ്ദായി സംസാരിക്കാൻ കേട്ടോ. വാദി പ്ലെയിൻറ്റിഫ്, വാദി സംസാരിക്കാണ്. ഗോലിബൻ, അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ആംഗ്രി, ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ആള് മുദ്ദായി സംസാരിക്കുന്നത്. യാ സയ്യിദി ഹാദ റജുൽ മുബദ്ദിർ യസ്ജുനി വയുലവ്വിസുനി. ഹാദ റജുൽ, യാ സയ്യിദി സർ, ഹാദ റജുൽ മുബദ്ദിർ, ഈ മനുഷ്യനുണ്ടല്ലോ, മുബദ്ദിർ വേസ്റ്റർ എന്ന് വെച്ചാൽ വേസ്റ്റ്ഫുൾ മാൻ, ഒരു ധൂർത്തൻ എന്നൊക്കെ പറയാം. എന്താണ് ഒരു വേസ്റ്റർ. യുസറിജുനി, അദ്ദേഹം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഡിസ്റ്റർബിങ് മീ, അതായത് അനോയിങ് മീ, എന്നെ ശല്യപ്പെടുത്തുന്നു. യുസറിജുനി പറഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്തുന്നു. ലവ്വിസുനി, എന്നെ പൊല്യൂട്ട്സ് മീ, എന്നെ മലിനമാക്കുന്നു എന്നാണ് പറയുന്നത്. സർ, ദിസ് വേസ്റ്റ്ഫുൾ മാൻ ഈസ് അനോയിങ് ആൻഡ് പൊല്യൂട്ടിങ് മീ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കാളി ജഡ്ജ് ചോദിക്കുകയാണ്, ജിദ്ദിയൻ, അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? സീരിയസ്ലി, ഭയങ്കര ഗൗരവത്തോടെ. ഹാദ റജുലു യുസറിജുക, ഇയാള് എന്താണ് നിന്നെ, എന്താണ് ഈസ് ദിസ് ഗേ ബോദറിങ് യു ചോദിക്കട്ടെ, ഇയാൾ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൈഫ, ഹൗ, എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. ബയ്യിൻ, എക്സ്പ്ലെയിൻ, വ്യക്തമാക്കൂ. ബയ്യിൻ എന്ന് പറഞ്ഞാല് വ്യക്തമാക്കൂ, എക്സ്പ്ലെയിൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ മുദ്ദായി വാദി സംസാരിക്കുകയാണ്. ഹാലിയൻ, നല്ല വിനയത്തോടെ, സബ്ജക്റ്റ്ലി, അതുപോലെ സബ്മിസീവ് എന്നൊക്കെ പറയാം. ഹാലിയ എന്ന് പറഞ്ഞാല് വിനയത്തോടെ അദ്ദേഹം സംസാരിക്കാൻ കേട്ടോ. യാ സയ്യിദി ദായിനി ഉബയ്യിൻ കുല്ല വക്തി യഫ്തഹു സുംബൂർ വഹുവ മശ്ഗൂലുൻ ബിഅഅമാലിൻ ഫയുരീകുനി ഹുവ യസ്മഉൽ അഗാനി വയുതാബി വാട്സാപ്പ് ഫി ജവാലി. അപ്പൊ യാ സയ്യിദി സർ, ദായിനി ഉബയ്യിൻ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ, എന്നെ എക്സ്പ്ലെയിൻ, വിശദീകരിക്കാൻ, എന്നെ വ്യക്തമാക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് പറയാൻ കേട്ടോ. ദായിനി പറഞ്ഞാല് ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ, എന്നെ വിടൂ, ഉബയ്യിൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ലെറ്റ് മീ എക്സ്പ്ലെയിൻ കുല്ല വക്തി യഫ്തഹു സുംബൂർ, എവറി ടൈം ദ ടാപ്പ് ഓപ്പൺസ്. പറഞ്ഞ കുല്ല വക്തി, എല്ലാ സമയവും, യഫ്തഹു സുംബൂർ, അയാള് എന്താ ടാപ്പ് തുറന്നിട്ട് പോവും, അതാണ് പറയുന്നത്. യഫ്തഹു, അദ്ദേഹം തുറക്കും, സുംബൂർ ടാപ്പ്, പൈപ്പ് തുറന്ന്, എവറി ടൈം ദ ടാപ്പ് ഓപ്പൺസ്. വഹുവ മശ്ഗൂലുൻ ബിഅഅമാലിഹി ഫയുരീകുനി, വഹുവ മശ്ഗൂല, ഓൾ ടൈം അദ്ദേഹം എന്താണ്, ബിസിയാണ്. വഹുവ മശ്ഗൂലുൻ, അദ്ദേഹം ബിസിയാണ്. ബിഅഅമാലിഹി, അദ്ദേഹത്തിന്റെ ജോലിയിൽ. ഫയുരീകുനി, ഇറ്റ് മേക്സ് മീ ആംഗ്രി, എന്താണ് ഹീസ് ബിസി വിത്ത് ഹിസ് വർക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് സ്പിൽസ് വാട്ടർ, യുരീകുനി പറഞ്ഞാൽ സ്പിൽസ് വാട്ടർ ഓൺ മീ. ഹുവ യസ്മഉൽ അഗാനി, അദ്ദേഹം എന്താണ് പാട്ട് കേൾക്കുന്നുണ്ട്. ഹി ലിസൺ ടു സോങ്, ഈ പൈപ്പ് തുറന്നിട്ടിട്ട്, എന്നിട്ട് എന്ത് യസ്മഉൽ അഗാനി, ലിസൺ ടു സോങ്സ്. ആൻഡ് വയുതാബി വാട്സപ്പ് ഫിൽ ജവാലി, ആൻഡ് എന്ത് ഫോളോസ് വാട്സപ്പ് ഓൺ ഹിസ് ഫോൺ, അദ്ദേഹത്തിന് ഫോണില് വാട്സപ്പും ഇങ്ങനെ, നമ്മളൊക്കെ അവസ്ഥയല്ല, എല്ലാവരെയും അവസ്ഥ അങ്ങനെ ആയിരിക്കും, ഫോണായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ അതുപോലെ പാട്ടും കേട്ട് അങ്ങനെ വെള്ളത്തിന് യാതൊരു ശ്രദ്ധയില്ലാതെ, അതാണ് ഇയാളുടെ ഒരു പതിവ് എന്ന് പറയാണ്. അപ്പൊ കാളി ജഡ്ജ് മുത്തക്കിതൻ ഉറപ്പിച്ച് ചോദിക്കാൻ കേട്ടോ. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് പറഞ്ഞാല് ഒരു ഷുവറായിട്ട് ഭയങ്കര എന്താണ് ഉറപ്പിച്ച് വീണ്ടും ചോദിക്കാണ്. അന്ത മുക്കറും ഫിദ്യായിക്ക, അന്ത മുക്കറും ഫിദ്യായിക്ക എന്ന് ചോദിച്ചാല് യു ആർ റൈറ്റ് ഇൻ യുവർ ക്ലെയിം, നിങ്ങൾ ഈ ക്ലെയിം, ഈ ഒരു ഇതില് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മുക്കിറുൻ എന്ന് പറഞ്ഞാല് ഇതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ. അന്ത മുക്കിറുൻ, നിങ്ങൾ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ. ഫിദ്യായിക്ക, ഈ വാദത്തിൽ നിങ്ങൾ
ഉറച്ചു നിൽക്കുന്നുണ്ടോ? യു ആർ റൈറ്റ് ഇൻ യുവർ ക്ലെയിം എന്നാണ് ചോദിക്കുന്നത്. ജഡ്ജി ചോദിക്കുകയാണ്, യു ആർ റൈറ്റ് ഇൻ യുവർ ക്ലെയിം. അപ്പോ മുദ്ദാളി എന്താണ്, നമ്മുടെ വാദി പറയാണ്, നാം യാ സയ്യിദി, യെസ് സർ എന്നാണ് പറയുന്നത്. അപ്പൊ മുത്തഹിം ജാഹിദൻ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു കൊണ്ടാണ് കേട്ടോ അദ്ദേഹം സംസാരിക്കുന്നത്. ലാ യാ സയ്യിദി ഹുവ യുബാലിഗു ഫീ ഖൗലിഹി. ലാ യാ സയ്യിദി, നോ സർ, ഹുവ യുബാലിഗു ഫീ ഖൗലിഹി. അദ്ദേഹത്തിന്റെ വാക്ക് പെരുപ്പിച്ചു പറയാണെന്ന്. ഈ വെള്ളത്തുള്ളി അദ്ദേഹത്തിന്റെ വാക്ക് പെരുപ്പിച്ചു പറയാണ്. ഹുവ യുബാലിഗു, നമ്മൾ സംസാരത്തിൽ കുറച്ച് കൂട്ടിയൊക്കെ പറയില്ലേ, അതുപോലെ അദ്ദേഹം എന്താണ് പെരുപ്പിച്ചു പറയാണ്. എന്താണ്, ഹീസ് എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. എക്സാജറേറ്റ് പറഞ്ഞാല് പെരുപ്പിച്ചു പറയാം. അപ്പോ ഖാലി ഗാലിബൻ ലിൽ മുത്തഹിം, ആംഗ്രി അറ്റ് ദി അക്യൂസ്ഡ്, നമ്മുടെ പ്രതിയോട് ഒരു ദേഷ്യത്തോടെ സംസാരിക്കാൻ കേട്ടോ. ഗാലിബൻ ദേഷ്യപ്പെട്ടുകൊണ്ട്. സ്മുത്ത് ലാ തതകല്ലം ഹത്താ യുഅ്സൻ ലക. സ്മുത്ത് എന്ന് പറഞ്ഞാല് ഷട്ടപ്പ് എന്ന് പറയുന്നത് മിണ്ടാതിരിക്കാൻ പറയാണ്. ഷട്ടപ്പ് എന്ന് പറഞ്ഞാല് സ്മുത്ത്, മിണ്ടാതിരിക്കെ. ലാ തതകല്ലം ഹത്താ യുഅ്സൻ ലക, ഡു നോട്ട് സ്പീക്ക് അണ്ടിൽ യു ആർ ഗിവൺ പെർമിഷൻ. ലാ തതകല്ലം, നീ സംസാരിക്കരുത്. ലാ ഹത്താ യുഅ്സന ലക, നിനക്ക് അനുമതി ലഭിക്കുന്നത് വരെ, നിനക്ക് അനുവാദം ലഭിക്കുന്നത് വരെ നീ ഇനി സംസാരിക്കരുത്. ഷട്ടപ്പ് എന്ന് പറയാണ്. ഷട്ടപ്പ് ഡു നോട്ട് സ്പീക്ക് അണ്ടിൽ യു ആർ ഗിവൺ പെർമിഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ലിൽ മുദ്ദഇ, എന്നിട്ട് മുദ്ദഇനോട് പറയാ, അക്മിൽ അൻത കലാമുക, യു ഫിനിഷ് വാട്ട് യു ആർ സെഡ് എന്ന് പറയാണ്. എന്താ ബാക്കി പറയാൻ നിന്റെ സംസാരം കംപ്ലീറ്റ് ചെയ്യാൻ പറയണം മുദ്ദഇനോട്. അക്മിൽ എന്ന് പറഞ്ഞാൽ നീ അത് കംപ്ലീറ്റ് ആക്കാൻ, അൻത കലാമുക, നിന്റെ സംസാരത്തെ നീ പൂർത്തിയാക്കാൻ എന്ന് മുദ്ദഇനോട്, നമ്മുടെ വാദിയോട് പറയാൻ കേട്ടോ ജഡ്ജ്. അപ്പൊ മുദ്ദഇ, അപ്പൊ വീണ്ടും നമ്മുടെ പ്ലെയിൻറ്റിഫ്, അല്ലാഹു ഉസ്റതിഹി അയല യുസ്റൈജുനി, എന്താണ് അദ്ദേഹം പറയുന്നത്? വീണ്ടും നമ്മുടെ വാട്ടർ ഡ്രോപ്പ് എന്താണ് പറയുന്നത്? ഹിസ് ഫാമിലി മെമ്പേഴ്സ് ആൾസോ ബോദർ മീ. അള്ളാഹു എന്ന് പറഞ്ഞാല് ഫാമിലി മെമ്പേഴ്സ്, അള്ളാഹു ഉസ്റത്തി, അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ വ്യക്തികൾ, അള്ളാഹു പറഞ്ഞാല് മെമ്പേഴ്സ്, ഐലൻ ആൾസോ യുസൈജുനി, എന്നെ അന്നോയിമി, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇയാൾ മാത്രല്ല, ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ് വരെ എന്നെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹിസ് ഫാമിലി മെമ്പേഴ്സ് ആൾസോ ബോദർ മീ. അപ്പൊ പിന്നെ കാളി സംസാരിക്കുകയാണ്, നമ്മുടെ ജഡ്ജ് സംസാരിക്കുകയാണ്. ഹല്ലദൈക ഇദ്യാഉൻ മുആരിളു യാ മുത്തഹിം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രതിയോടാണ് ചോദിക്കുന്നത്. ഹല്ലദൈക ഇദ്യാഉൻ മുആരിൽ, ഡു യു ഹാവ് എ കൗണ്ടർ ക്ലെയിം എന്നാണ് ചോദിക്കുന്നത്. ഹല്ലദൈക, നിങ്ങൾക്കുണ്ടോ? ഇദ്യാഉൻ മുആരിൽ പറഞ്ഞാല് നിങ്ങൾക്കൊരു മറുവാദം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹല്ലദൈക, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുക്കലുണ്ടോ? ഇദ്യാഉൻ, ഒരു വാദമുണ്ടോ? മുആരിൽ പറഞ്ഞാല് മറുവാദം, ഇതിനെ എതിർത്ത് ഇതിനെ എന്തെങ്കിലും അങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മറുവാദം പറയാനുണ്ടോ എന്നാണ്. ഡു യു ഹാവ് എ കൗണ്ടർ ക്ലെയിം എന്ന് ചോദിക്കുകയാണ്. ആ മുത്തഹിം പ്രതിയോട് ചോദിക്കുകയാണ്. അപ്പൊ മുത്തഹിം ഹൈർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്താണ്? കൺഫ്യൂസ്ഡ് മൈൻഡ് ആണ് കേട്ടോ. ഒരു ആശയക്കുഴപ്പത്തില്, അത് നമ്മൾ പരിഭ്രമിച്ചു കൊണ്ടൊക്കെ പറയില്ല, ഹൈർ എന്ന് പറഞ്ഞാല് ഒരു പരിഭ്രമത്തില് സംസാരിക്കുകയാണ്. യാ സയ്യിദി, സർ, അനമുത്ത അക്കിദുൻ എന്ന് വെച്ചാല് എനിക്ക് ഉറപ്പുണ്ട്. ഐ ആം ഷുവർ ലം ഉസൈജുഹു വലം ഉലവ്വിസുഹു അബദൻ, ഐ നെവർ ബോതേർഡ് ഹിം ഓർ പൊല്യൂട്ടഡ് ഹിം എന്നാണ് പറയുന്നത്. അനമുത്ത അക്കിദ് എന്ന് പറഞ്ഞാല് ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്. ലം ഉസൈജുഹു, ഞാൻ അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. ഒലം ഉലവ്വിസുഹു, ഞാൻ മലിനമാക്കിയിട്ടില്ല. അബദ, ഒരിക്കലും എന്നാണ് പറയുന്നത്. ഐ നെവർ ബോതേർഡ് ഹിം ഓർ പൊല്യൂട്ടഡ് ഹിം എന്നാണ്. ഞാൻ ഒരിക്കലും അവനെ ശല്യപ്പെടുത്തുകയോ മലിനമാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മുത്തഹിം പ്രതി സംസാരിക്കുകയാണ്. അപ്പൊ കാളി,
യാ മുദ്ദായി ഹൽ ലദൈക ഷാഹിദുൻ. നമ്മുടെ ജഡ്ജ് സംസാരിക്കുകയാണ് മുദ്ദായിനോട്, നമ്മുടെ വാദിനോട് സംസാരിക്കുകയാണ്. യാ മുദ്ദായി ഹൽ ലദൈക ഷാഹിദുൻ, നിങ്ങൾക്ക് സാക്ഷികൾ ഉണ്ടോ? ഡു യു ഹാവ് എ വിറ്റ്നസ് എന്നാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് എ വിറ്റ്നസ്, ഷാഹിദ് വിറ്റ്നസ്, നിങ്ങൾക്കൊരു സാക്ഷിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മുദ്ദായി സംസാരിക്കുകയാണ്. മുഷീറ ഇല സുംബൂറി നാം യാ സയ്യിദി ഹുവ ഷാഹിദി. അപ്പോൾ നമ്മുടെ വാദി മുഷീറൻ ഇല സുംബൂരി, ഒരു ടാപ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു. മുഷീറ എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക. ഇല സുംബൂറി, ഒരു ടാപ്പിലേക്ക്, പോയിന്റിങ് ടു ദ ടാപ്പ്. നാം യാ സയ്യിദി, യെസ് സർ, ഹുവ ഷാഹിദി, ഹി ഈസ് മൈ വിറ്റ്നസ്, അദ്ദേഹമാണ് എൻ്റെ വിറ്റ്നസ്. ഹി ഈസ് മൈ വിറ്റ്നസ്, ഹുവ ഷാഹിദി എന്ന് പറയാണ്. അപ്പോൾ ഒരു പൈപ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പൈപ്പ് നമുക്ക് സാക്ഷിക്കൂട്ടിൽ കാണാൻ പറ്റും, എല്ലാവരും ആ ചിത്രത്തിൽ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ടാപ്പാണ് ഒരു വിറ്റ്നസ്. അപ്പൊ കാളി, ജഡ്ജ് സംസാരിക്കാണ്. കുൽ മാ ഇന്ദക ഷാഹിദി ഷാഹിദ് യഹ്ലുർ സുംബൂറു കഷാഹിദുൽ അവൽ. അങ്ങനെ ജഡ്ജ് സംസാരിക്കാൻ കേട്ടോ. കുൽ മാ ഇന്ദക ഷാഹിദ്, സേ വാട്ട് യു ഹാവ് ടു സേ വിറ്റ്നസ്. അപ്പൊ എന്താണ്, അങ്ങനെ ഫസ്റ്റ് വിറ്റ്നസിനോട് ജഡ്ജ് സംസാരിക്കാൻ പറയാം കേട്ടോ. കുൽ, താങ്കൾ സംസാരിക്കും. മാ ഇന്ദക ഷാഹിദ്, നിങ്ങളുടെ അടുക്കലുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാം എന്ന് പറയാണ്. സേ വാട്ട് യു ഹാവ് ടു സേ. അപ്പൊ യഹ്ലുർ സുംബൂറു കഷാഹിദുൽ അവൽ, അങ്ങനെ ഫസ്റ്റത്തെ വിറ്റ്നസ് ആയിട്ട് സുംബൂർ അങ്ങനെ ഹാജറ പ്രസന്റ് ആവുന്നു. അങ്ങനെ ഷാഹിദുൽ അവൽ ഫസ്റ്റ് വിറ്റ്നസ് സംസാരിക്കാണ്. ഹാലർ യാ സയ്യിദി അന ഷാഹിദും ബിഇസ്ആജിഹി വതൽവീസിഹി വഹുവ ലാ യസാലു യുകർറിറു അമലഹു അല ദവാമി. അപ്പൊ ഹാലർ യാ സയ്യിദി, യെസ് സർ, പ്രസന്റ് എന്ന് പറഞ്ഞ്, അന ഷാഹിദുൻ ബിഇസ്ആജിഹി വതൽവീസിഹി എന്നാണ്. ഐ ആം എ വിറ്റ്നസ് ടു ഹിസ് ഡിസ്റ്റർബൻസ് ആൻഡ് പൊല്യൂഷൻ എന്ന് പറയാം കേട്ടോ. വഹുവ ലാ യസാലു യുകർറിറു, അനഷാഹിദ്, ഞാൻ സാക്ഷിയാണ്, ബി ഇസാജിഹി, ഇവനെ ശല്യപ്പെടുത്തുന്നതും തെൽവീസി, ഇവനെ പൊല്യൂട്ട് ചെയ്യുന്നത് ഞാൻ സാക്ഷിയാണെന്ന് പറയാണ്. എങ്ങനെയായിരിക്കും അല്ലേ, പൈപ്പിന് അറിയാമായിരിക്കും, പൈപ്പ് തിരിച്ചാലല്ലേ വെള്ളം പോവുകയുള്ളൂ. അപ്പോൾ അതുപോലെ അപ്പോൾ പറയാണ്, ഐ ആം എ വിറ്റ്നസ് ടു ദിസ് ഡിസ്റ്റർബൻസ് ആൻഡ് പൊല്യൂഷൻ وهو لا يزال يكرر عمله على الدوام and he is still repeating his work all the time എന്ന് പറയാം കേട്ടോ. വഹുവ ലാ യസാലു, അദ്ദേഹം എപ്പോഴും ആയിക്കൊണ്ടേയിരിക്കുന്നു. ലാ യസാലു യുക്കറിറു, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അമലഹു, അദ്ദേഹത്തിന്റെ ഈ ഒരു ജോലി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല ദവാമി, എപ്പോഴും എന്ന് വെച്ചാൽ ഹി ഈസ് സ്റ്റിൽ റിപ്പീറ്റിംഗ് ഹിസ് വർക്ക് ഓൾ ദി ടൈം. അപ്പൊ നമ്മുടെ മുത്തഹിം സംസാരിക്കാണ്. കലിക്കൻ, വെറീഡ്, വിഷമത്തോടെ, അത് ഒരു വിഷമത്തോടെ സംസാരിക്കാണ്ടൊക്കെ അസ്വസ്ഥനായിക്കൊണ്ട് സംസാരിക്കാണ്. ഹാദാ കദീബ്, ദാറ്റ് ഈസ് എ ലൈ, അത് കളവാണ്. ഹാദാ കദീബ്, അത് കളവ് പറയാണ്. അന ബരിയും യാ സയ്യിദി, ഐ ആം ഇന്നസെന്റ് സർ എന്നാണ് പറയുന്നത്. അന ബരിയും, ഞാൻ നിരപരാധിയാണ്. യാ സയ്യിദി, സർ, ഞാൻ ഹാദാ ദാറ്റ് ഈസ് എ ലൈ, ഐ ആം ഇന്നസെന്റ് സർ എന്നാണ് പറയുന്നത്. അപ്പൊ കാലി, നമ്മുടെ ജഡ്ജ് സംസാരിക്കുകയാണ്. ലിൽ മുദ്ദഴിനോട്, നമ്മുടെ വാദിനോട് സംസാരിക്കുകയാണ്. ഹൽ ലദൈക ഷാഹിദുൻ ഗൈറു, ഡു യു ഹാവ് അനദർ വിറ്റ്നസ്. ഹൽ ലദൈക, നിങ്ങളുടെ അടുക്കലുണ്ടോ, ഷാഹിദുൻ ഗൈറു, മറ്റൊരു സാക്ഷിയുണ്ടോ. ഡു യു ഹാവ് എ അനദർ വിറ്റ്നസ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യഹ്ലുർ ക്യാമറ ദക്കായിൽ അസ്തനായി ക ഷാഹിദ് സാനി, അങ്ങനെ യഹ്ലുർ പ്രസന്റ് ആവുകയാണ്. ക്യാമറ ദക്കായിൽ അസ്തനായി പറഞ്ഞാല് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഇല്ലേ, അത് പ്രസന്റ് ആവുകയാണ്. ക ഷാഹിദ് സാനി, രണ്ടാമത്തെ വിറ്റ്നസ് ആയിട്ട്, ആസ് എ സെക്കൻഡ് വിറ്റ്നസ് ആയിട്ട്. അപ്പോൾ ഷാഹിദ് സ്ഥാനി, അങ്ങനെ നമ്മുടെ ഷാഹിദ് സ്ഥാനി നമ്മുടെ സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ഫോട്ടോ കാണുന്നുണ്ടായിരിക്കും.
അപ്പോൾ വാസിക്കൻ നല്ല കോൺഫിഡൻസ് ആയിട്ട്, അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ക്യാമറ കോൺഫിഡൻസ്, നല്ലൊരു ഉറച്ച തീരുമാനത്തില്. ഹാലറിയ സെയ്തി അൽ ഖാലി, നമ്മുടെ ജഡ്ജ് സർ പ്രസന്റ് എന്ന് പറയാണ്. അനക്കുംതു ബിത്തസ്വീർ ഹാഹിയ ദി സൂറ ലിഅമാലിഹി ളാറ. യെസ് യുവർ ഓണർ, ഐ ടുക്ക് ദ പിക്ചർ എന്ന് വെച്ചാല് അന കുംതു ബിത്തസ്വീർ പറഞ്ഞാല് ഐ ടുക്ക് ദ പിക്ചർ, ഞാന് എന്താണ് അദ്ദേഹത്തിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. തസ്വീർ പറഞ്ഞാല് ഫോട്ടോ എടുക്കുക. അന കുംതു ബിത്തസ്വീർ, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഐ ടുക്ക് ദ പിക്ചർ ഹാഹിയ ദി സൂറ, എന്നിട്ട് ഈ ചിത്രം കാണിച്ചു കൊടുക്കുക, ഫോട്ടോ എടുത്ത ചിത്രം കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്താണ്? ഹി ആർ സം പിക്ചേഴ്സ് എന്ന് പറഞ്ഞാണ് കാണിച്ചു കൊടുക്കുകയാണ്. ലിഅമാലിഹി ളാറ, എന്താണ് അദ്ദേഹത്തിന്റെ ഈ മോശം പ്രവർത്തനത്തിന്റെ, അമാല് പറഞ്ഞാല് പ്രവർത്തനം, അല്ലാറ മോശം പ്രവർത്തനം എന്ന് വെച്ചാല് ഓൺ ഹിസ് വർക്ക്, അദ്ദേഹത്തിന്റെ ആ മോശം പ്രവർത്തനത്തിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുകയാണ്. അൽ ഖാലി അജീബുൻ വല്ലാഹി അന്ത സ്വഹീഹ്, അങ്ങനെ നമ്മുടെ ജഡ്ജ് സംസാരിക്കുകയാണ്. അജീബുൻ, എന്തൊരു അത്ഭുതം അല്ല എന്ന് പറഞ്ഞിട്ട് അതിശയകരമായി പറയാണ്, ഇത് അതിശയകരമാണ്. അന്ത സ്വഹീഹുൻ, ആർ യു റൈറ്റ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആർ യു റൈറ്റ്, ആദ്യം വിയേർഡ് ആയിട്ട് ആർ യു റൈറ്റ് എന്ന് ചോദിക്കുകയാണ്. ഇത് സത്യമാണോ, ഇത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഷാഹിദ് സാനിൻ, നമ്മുടെ സെക്കൻഡ് വിറ്റ്നസ് സംസാരിക്കുകയാണ്. സഹിയ സെയ്ദി, ദാറ്റ് ഈസ് റൈറ്റ് സർ എന്ന് പറയാണ്. അത് ശരിയാണ് യാ സെയ്ദി സർ, ദാറ്റ് ഈസ് റൈറ്റ് സർ എന്ന് പറയാണ്. അന അഖൂമു ബി മസ്ഊലിയത്തി ബി ഖദ്രി സക്കായി, അന അഖൂമു, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ബി ഖദ്രി സക്കായി, എൻ്റെ ഇതിന്റെ കഴിവനുസരിച്ച്, എൻ്റെ ഇന്റലിജൻസ് കഴിവനുസരിച്ച് എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഐ ഡു മൈ ജോബ് ആസ് സ്മാർട്ട് ആസ് ഐ ക്യാൻ എന്നാണ് പറയുന്നത് കേട്ടോ, എൻ്റെ കഴിവിനനുസരിച്ച്. പിന്നെ ഐ റെക്കോർഡ് ആൻഡ് സേവ് ഇവന്റ്സ് എന്ന് പറയാണ്. ഉസജ്ജിൽ പറഞ്ഞാല് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, അൽ അഹ്ദാസ ഈ ഇവന്റ്സ് സംഭവങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു, അഹ്ഫലുഹ ഞാൻ അത് സേവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐ റെക്കോർഡ് ആൻഡ് സേവ് ഇവന്റ്സ് എന്ന് പറയുന്നു. അഷാഹിദുൽ അവ്വൽ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിറ്റ്നസ് സംസാരിക്കാം. ആ ഫസ്റ്റ് വിറ്റ്നസ് ആരാണ്? ടാപ്പിലെ നാം അൽ ഇൻസാൻ ഹുവ ദകിയുൻ ലാകിൻ ഫീ ബഅദിൽ അഹ്യാൻ ലാ യഖൂമു ബിമസ്ഊലിയതിഹി. നാം, അതെ, യെസ് എന്ന് പറഞ്ഞിട്ട് അൽ ഇൻസാൻ ഹുവ ദകിയുൻ, ഹ്യൂമൺ ഈസ് ഇന്റലിജന്റ് എന്ന് വെച്ചാല് മനുഷ്യൻ എന്ന് പറഞ്ഞ മനുഷ്യന് എന്താ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, ബുദ്ധി ഇന്റലിജന്റ് ഒക്കെയാണ്, ബുദ്ധിയൊക്കെ ഉണ്ട്. ലാക്കിൻ ഫി ബഅദിൽ അഹ്യാൻ ലാ യഖൂമു ബിമസ്ഊലിയതി, ബട്ട് സംടൈംസ് ഹി ഡസ് നോട്ട് ഡു ഹിസ് റെസ്പോൺസിബിലിറ്റി. അല്ലേ? ലാക്കിൻ, പക്ഷേ, എങ്കിലും, ഫി ബഅദിൽ അഹ്യാൻ, ചില സമയങ്ങളിൽ, ലാ യഖൂമു ബിമസ്ഊലിയതിഹി, അവന്റെ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി, മസ്ഊലിയത്ത് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ലാ യഖൂമു പറഞ്ഞാൽ അവൻ നിർവഹിക്കുന്നില്ല, അവൻ ചെയ്യുന്നില്ല, ബിമസ്ഊലിയത്തി അവന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ അവന് നിർവഹിക്കുന്നില്ല എന്ന് പറയുന്നു. ബട്ട് സംടൈം ഹി ഡസ് നോട്ട് ഡു ഹിസ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ഫജാതൻ യസ്കുതുൽ മുത്തഹമു അലൽ അർളി വയസീഹു, പെട്ടെന്ന്, ഫജാതൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി, യസ്കുതുൽ മുത്തഹമു, നമ്മുടെ അക്യൂസ്ഡ്, നമ്മുടെ പ്രതി ഇല്ലേ, നമ്മുടെ പ്രതി താഴെ വീഴുകയാണ്, അലൽ അർളി ഭൂമിയിൽ വീഴുകയാണ്. വയസീഹു, എന്നിട്ട് അവന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, അവന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. സഡൻലി ദ അക്യൂസ്ഡ് ഫാൾസ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ഷൗട്ട്. അപ്പൊ മുത്തഹമ്, എന്നിട്ട് നമ്മുടെ പ്രതിയായ മനുഷ്യനെ മുസ്തഈനൻ, ഹെൽപ്പിംഗ് അസ്, സഹായം തേടുകയാണ് കേട്ടോ. മുസ്തഈനൻ എന്ന് പറഞ്ഞാല് ഹെൽപ്പിംഗ്, ഒരു സഹായം ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ, അൽമാ എന്ന് പറയാണ്, വാട്ടർ വാട്ടർ, എനിക്ക് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് കരയാണ്.
നതഖയ്യലു അമ്മാ ഹദസ ബഅദഹു വനുനാകിഷു. നതഖയ്യലു നമുക്ക് ഭാവനയിൽ കാണാം. അമ്മാ ഹദസ ബഅദഹു അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ഭാവനയിൽ കാണാം. ഹദസ് എന്നാൽ സംഭവം, എന്ത് ബഅദഹു അതിനുശേഷം അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കാം. വനുനാകിഷു എന്നിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. എന്തായിരിക്കും പിന്നെ അവിടെ എന്താണ് നടന്നിട്ടുണ്ടായിരിക്കുക? ആളുകളൊക്കെ കൂടിയിട്ടുണ്ടാവും അല്ലെ, എല്ലാവരും ഒന്നും കൂടിയിട്ടുണ്ടാവും. എന്നിട്ട് അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് എന്താ അവരോട് ചിലർ ചോദിക്കൂലേ, വെള്ളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കൂലേ. ഇത്രയും നമുക്ക് അത്യാവശ്യമാണ് വെള്ളം, പക്ഷെ അത് പാഴാക്കിയാൽ നമുക്ക് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ വെള്ളം കിട്ടാതെ ആവും. അപ്പോൾ വെള്ളത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലായില്ലേ എന്നൊക്കെ ആയിരിക്കൂലേ ചോദിക്കുക. അങ്ങനെ പലരും പല രീതിയിലും ഭാവനയിൽ കാണുന്നുണ്ടായിരിക്കും എന്തായിരിക്കും അവിടെ പിന്നെ നടന്ന സീന് എന്നില്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ, എന്നിട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. يقرب منه الشرطي وتغيب قطرة الماء والصنبور وكاميرا الذكاء الاصطناعي. يعود الصنبور صفر اليدين ويعود كاميرا ويقوم صامتا حائرا دون حراك لا يعرف ماذا يحدث. يقرب منه الشرطي നമ്മുടെ പോലീസ് അപ്പൊ പിന്നെ അവിടെ നടന്ന സംഭവമാണ് കേട്ടോ. യഖ്റബു മിൻഹു അവനോട് അടുത്തു വരുന്നു. ആര്? ഷുർത്തിയുൻ പോലീസ്മാൻ. തഗീബു അവിടെ നിന്ന് മറയുന്നു, ഡിസപ്പിയർ മറയുന്നു. ഖത്രത്തിൽ വാട്ടർ ഡ്രോപ്പ് ആ വെള്ളത്തുള്ളി അവിടുന്ന് പോകുന്നു. നമ്മുടെ സ്റ്റേജിലുള്ള സീനാണ് കേട്ടോ. ആ കോടതി റൂമില് വസ്സുംബൂറു ടേപ്പും അതേപോലെ വെള്ളത്തുള്ളിയും ഒക്കെ ആ സീനിൽ നിന്ന് മാറുന്നു. ക്യാമറ ദക്കാലിസ്തിനായി നമ്മുടെ എന്താണ് AI ക്യാമറയൊക്കെ അവിടെ നിന്ന് മറയുന്നു. അപ്പോൾ യൗദു സുംബൂറു സിഫ്രല്യതേനി, യൗദു സുംബൂറു നമ്മുടെ ടാപ്പ് വീണ്ടും തിരിച്ചു വരുന്നു, റിട്ടേൺ തിരിച്ചു വരുന്നു. സിഫ്രല്യതേനി എന്താണ് എംറ്റി ഹാൻഡ്, എന്താണ് കയ്യിലൊന്നുമില്ല. സിഫ്രല്യതേനി പറഞ്ഞാല് എന്താ ഒരു കയ്യിലൊന്നുമില്ലാതെ എന്ന് പറയാം. അപ്പോൾ യൗദു ക്യാമറ നമ്മുടെ ക്യാമറയും മടങ്ങി വരുന്നു. യക്കൂമു സ്വാമിത് അവന് സൈലന്റായി മിണ്ടാതിരിക്കുന്നു. ഹായിറൻ ഒരു പേടിച്ചവനായിട്ട്. ദൂന ഹെറാക്കിയും അവൻക്ക് ചലനമൊന്നുമില്ല. ലാ യാരിഫ് മാതാ യഹ്ദുസു എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരു ചലനമറ്റ് അവനിങ്ങനെ മിണ്ടാതെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് എ പോലീസ്മാൻ അപ്രോച്ചസ്. യഖ്റുബ് പറഞ്ഞാല് അവന്റെ അടുത്തേക്ക് വരുന്നു. A policeman approaches him and the water drop and tap and AI camera disappear. എന്നിട്ട് യൗദ് സുംബൂറു സിഫ്രൽ യദൈനി the tap returns empty handed and the camera യൗദ് camera يقوم صامتا حائرا دون حراك. The camera returns standing silently and confused and motionless. ദൂന ഹെറാക്കി എന്ന് പറഞ്ഞാല് മോഷൻലെസ്, ചലിക്കാതെ. ലാ യഅരിഫു മാദാ യഹ്ദുസു നോട്ട് നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്താണ് സംഭവിച്ചതെന്നറിയാതെ അങ്ങനെ ചലനമറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് കേട്ടോ സ്റ്റേജിൽ പിന്നെ കാണുന്നത്. അങ്ങനെ അൽ മുദ്ദഇ നമ്മുടെ വാദിയായ ഡ്രോപ്പില്ലേ, വാട്ടർ ഡ്രോപ്പ്, അഹ്വാത്തിഹ അവരുടെ സഹോദരങ്ങളുടെ കൂടെ. അവരുടെ സഹോദരങ്ങൾ പറഞ്ഞാൽ ആരാണ്? അഹ്വാത്തിഹ പറഞ്ഞാല് വെള്ളത്തുള്ളിയുടെ സഹോദരങ്ങൾ. ഒരുപാട് വെള്ളം അല്ലെ, ഒരുപാട് ജലവുമായി വരികയാണ് കേട്ടോ മുദ്ദഇ നമ്മുടെ എന്താണ് വാട്ടർ ഡ്രോപ്പ്. യാ തുറ എന്ന് വെച്ചിട്ട് കഷ്ടം എന്ന് വിളിച്ചിട്ട് അൽമാഉ തഫല്ലൽ ഹത്താ യദ്ഹബ ലമൗക നഹ്നു നുസായിദുകും ഫീ കുല്ലി ലഹ്ല. നമ്മുടെ വാട്ടർ ഡ്രോപ്പ് പറയാണ്, നമ്മളെ വാദിയായ വാട്ടർ ഡ്രോപ്പ് പറയാണ് അൽമാഉ വെള്ളം എന്ന് പറയാൻ കേട്ടോ. തഫല്ലൽ വെള്ളം കൊടുക്കുകയാണ്. എന്നിട്ട് ഹത്താ യദ്ഹബ ലമൗക നിന്റെ ദാഹം പോകുന്നത് വരെ എന്ന് പറയാണ്. ദാഹം മാറുന്നത് വരെ കുടിക്കാൻ പറയാണ്. അങ്ങനെ നഹ്നു നുസായിദുക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഫീ കുല്ലി ലഹ്ലത്തിൻ എല്ലാ സമയത്തും എല്ലാ നിമിഷവും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്.
എന്താണ് പറയുന്നത്? അൽമാ തഫല്ലൽ ഹത്ത ഇദ്ഹബ് ലമൗക, വാട്ടർ ഹിയർ യു ഗോ അണ്ടിൽ യുവർ തേഴ്സ്റ്റ് എന്ന് പറയാണ്, ഇസ് ഗോൺ. പിന്നെ ഞാനു നുസാഇദുക്കും ഫീ കുല്ലി ലഹ്ള പറഞ്ഞാല് എന്താണ്? വി ഹെൽപ്പ് യു എവറി മൊമെന്റ് എന്നാണ് പറയുന്നത്. വി ഹെൽപ്പ് യു എവറി മൊമെന്റ്. അങ്ങനെ എൽദിരിബുൽ ഖാലി അല തോവിലത്തി വയോലിനു അൽ ഖലാഉ. The judge hits the table and announced the verdict. നമ്മുടെ എൽദിരിബുൽ ഖാലി, നമ്മുടെ എന്താണ് ജഡ്ജ് അടിക്കുകയാണ്, അലത്തോവിലത്തി ടേബിളിൽ അടിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വിധി പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കൂല സീന്. എൽദിരിബുൽ ഖാലി അലത്തോവിലത്തി, ടേബിളിൽ ഒരു ചുറ്റിക പോലെ സംഭവം കൊണ്ട് ഒറ്റയടി അടിക്കൂലേ. എൽദിരിബുൽ ഖാലി അലത്തോവിലത്തി വയോലിനു അൽ ഖലാഉ, വിധി പ്രഖ്യാപിക്കുകയാണ്. വയോലിനു പറഞ്ഞാല് പ്രഖ്യാപിക്കുകയാണ്. അനൗൺസസ് അൽ ഖലാഉ, വിധി പ്രഖ്യാപിക്കുകയാണ് ട്ടോ. അങ്ങനെ ഖാലി പറയാണ്, തറ ഹാദിഹിൽ മഹ്കമ അന്നൽ മുദ്ദഇ സ്വാദിഖുൻ വൽ മുത്തഹമു മുദ്നിബുൻ വതഹ്കുമു അൽ മഹ്കമ അലൽ മുത്തഹമി അൻ യുനല്ലിഫൽ ബിറൽ ആമ ഫിൽ മദീന വഅൻ യകൂന ഹാരിസഹാ ഹത്താ മമാതിഹി. ഖാലി, നമ്മുടെ ജഡ്ജ് പറയാണ്, വിധി പ്രഖ്യാപിക്കുകയാണ്. തറ ഹാദിഹിൽ മഹ്കമ, നമ്മുടെ ഈ കോടതി കാണുന്നു, അന്നൽ തറ പറഞ്ഞാല് കാണുന്നു, അൽ ഹാദിഹിൽ മഹ്കമ, നമ്മുടെ ഈ കോടതി കാണുന്നു, അന്നൽ മുദ്ദായി, നിശ്ചയമായി നമ്മുടെ വാദിയായ ആരെ, വാട്ടർ ഡ്രോപ്പ്, സ്വാദിക്കുൻ, അവന് എന്താണ്? സത്യസന്ധനാണ്, ട്രൂത്ത്ഫുൾ അല്ലെ. സ്വാദിക്കുൻ, അവന് സത്യസന്ധനാണ്. വൽ മുത്തഹമു, നമ്മുടെ പ്രതി ആരാണ്? നമ്മുടെ പ്രതിയായ ആ മനുഷ്യൻ ആരാണ്? മുദ്നിബുൻ, അവന് അക്യൂസ്ഡ്, ഗിൽറ്റി അല്ലെ, അവന് കുറ്റവാളിയാണ്. വതഹ്കുമു അൽ മഹ്കമ, നമ്മുടെ ഈ കോടതി വിധിക്കുന്നു, അലൽ മുത്തഹമി, നമ്മുടെ പ്രതിയുടെ മേൽ, ഐ യുനല്ലിഫ അൽ ബിറൽ ആമ, പൊതു കിണറ് വൃത്തിയാക്കാൻ. ഐ യുനല്ലിഫ പറഞ്ഞാല് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക അല്ലെ. ഐ യുനല്ലിഫൽ ബിറൽ ആമ, പൊതു കിണർ, പബ്ലിക് വെൽ, പൊതു കിണറ് ക്ലീൻ ചെയ്യുക. ഫിൽ മദീന, നമ്മുടെ സിറ്റിയിലുള്ള, നമ്മുടെ പട്ടണത്തിലുള്ള പൊതു കിണറ് വൃത്തിയാക്കുക. വഅൻ യകൂന ഹാരിസഹ ഹത്താ മമാതി, വഅൻ യകൂന, എന്നിട്ട് എന്താവണം? ഹാരിസഹ, അതിന്റെ പാറാവുകാരനാണ്, അതിന്റെ കീപ്പർ ആവണം. ഹത്താ മമാതി, മരിക്കുന്നത് വരെ അതിന്റെ കീപ്പർ ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ കോടതി എന്താ വിധിക്കുന്നത്? ദ കോർട്ട് ഫൈൻഡ് ദ plaintiff truthful and the accused guilty. The court orders he accused to clean the public well in the city. പിന്നെ എന്താ പറയുന്നത്? and to be its keeper until his death. അവന്റെ മരണം വരെ ആ കിണറിന്റെ കീപ്പർ ആവണം, അതിന്റെ പാറാവുകാരനാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ സിത്താർ, കർട്ടൻ താഴുന്നു. സിത്താർ എന്ന് പറഞ്ഞാൽ കർട്ടൻ താഴുകയാണ് ട്ടോ. അപ്പൊ നമ്മുടെ ഡ്രാമ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ ചെറു ഡ്രാമ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നന്നായിട്ട് വായിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.